Hi friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി മഷ്റൂം മസാലയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന മഷ്റൂം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. 200 ഗ്രാം മഷ്റൂം കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തണ്ട് ഭാഗം അടർത്തിയെടുത്ത് രണ്ടായി മുറിച്ച് വെക്കുക. ഇതിൻ്റെ തൊലി ആദ്യം തന്നെ നീക്കം ചെയ്യുക. ഇങ്ങനെ തൊലി നീക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയൊരു വഴുവഴുപ്പ് നീക്കുന്നതിനായാണ് തൊലിയെടുത്ത് കളയുന്നത്. മഷ്റൂം 4 കട്ട് ചെയ്ത് വെക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള വഴറ്റി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. ഒപ്പം തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് വഴറ്റുക. 2 മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇത് നന്നായി വഴറ്റുന്നതിനൊപ്പം ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മസാലകൾ മഷ്റൂമിൽ നന്നായി പിടിക്കുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. മഷ്റൂമിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇതാ വളരെ ടേസ്റ്റിയായ മഷ്റൂം മസാല കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഈ മഷ്റൂം മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലി അംഗമാവുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.